ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സിദ്ധാന്തമല്ല. ശാസ്ത്രീയ കുതുകികൾക്ക് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ഹൈപ്പോതെസിസ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടില് സ്ത്രീകൾ ഉണ്ടാവും, ഭാര്യ, മക്കള്, ഉമ്മ, അങ്ങനെ പെൺമക്കളെല്ലാവരും. ഇവരൊക്കെ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ പുരുഷന്മാരായ നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യമേ സാധാരണയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എൻ്റെ ഒരു കണ്ടെത്തൽ, എൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ, കണ്ടെത്തൽ എന്ന് പറയാൻ പറ്റൂല, ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ അബോധ മനസ്സിലേക്ക് പകർന്നു കൊടുത്താൽ നമുക്കൊരു സമയത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ കാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായ നമുക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മളെ അബോധ മനസ്സിലേക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ അത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഓരോ കാര്യം, ടച്ച്, ഗിയർ, സ്റ്റാറിങ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് പരിശീലിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ അബോധ മനസ്സിലേക്ക് അതിന്റെ മെസ്സേജ് പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അബോധ മനസ്സിനെ നമ്മൾ ഡ്രൈവിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ അറിയാതെ അങ്ങനെ ഓടിച്ചു പോകും. ഒപ്പം അതേ സമയത്ത് തന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ, നമ്മൾ കൂടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കാം. പലപ്പോഴും നമ്മൾ ഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കാൻ ചെയ്യാം. പക്ഷെ ആദ്യ സമയങ്ങളിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്കൊരു പേടിയും ബേജാറുണ്ടായിരുന്നു. ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ മുന്നിലേക്ക് മാത്രം നോക്കി അങ്ങനെ കൃത്യമായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ അബോധ മനസ്സിലേക്ക്, എൻ്റെ ഒരു ഹിപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അബോധ മനസ്സിലേക്ക് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ആ കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നിഗമനമല്ല, ഒരു ഹൈപ്പോത്തിസിസ് ആണ്. കാരണം അങ്ങനെ നമ്മൾ അബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാർക്കും അങ്ങനെ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ പലപ്പോഴും ശാസ്ത്ര കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഉത്തരങ്ങളിൽ നിന്നല്ല, ചോദ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് കമന്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്.